നാം ദൈവത്തോട് എങ്ങനെ ആശ്രയിക്കണം എന്നത് നമ്മളെ കുഴിക്കുന്ന ചോദ്യങ്ങളാണ്. ചിലയാളുകൾ അല്പഹൃദയത്തിൽ ദൈവത്തെ ആശ്രയിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നടക്കാണ്ട് വരുമ്പോൾ നാം ദൈവത്തിലേക്ക് ആശ്രയിക്കുന്നതിന് കുറവ് വരും. അപ്പോൾ മനസ്സിൽ ഇങ്ങനെ പല ചിന്തകളും വരും. ഞാൻ ശ്രമിച്ച കാര്യങ്ങൾ, ദൈവത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ അത് നടക്കാണ്ട് പോയി. അവിടെ ദൈവം മനുഷ്യനും തമ്മിലുള്ള ബന്ധമാണ്. അവന്റെ ആ ചിന്തകളിലൂടെ അറ്റുപോകുന്നത് എങ്ങനെ ആശ്രയിക്കണം? ആ ചോദ്യമാണ് വേദപുസ്തകം നമ്മളോട് പറയുന്നത്. നീ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ ആശ്രയിക്കണമെന്ന് വ്യാജ നമ്മളോട് പറയുന്നുണ്ട്. നാം ദൈവത്തെ ആശ്രയിക്കുമ്പോൾ നാം ആശ്രയിച്ച ദൈവം നമ്മളുടെ കാര്യങ്ങൾ നിർവഹിച്ചു തരുമോ എന്ന് ചില സംശയ ചിന്തകൾ സ്വന്തം ബുദ്ധിയിൽ നമ്മൾ ആലോചിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ ചെയ്യരുത്. നിന്റെ ബുദ്ധിയിൽ ആലോചിക്കുന്നത് തെറ്റാണ്. സ്വന്തം വിവേകത്തിൽ ഊന്നരുത് എന്ന് ബൈബിൾ പറയുന്നു. ഇയ്യോബ് എങ്ങനെ കാത്തിരുന്നു? എങ്ങനെ ആശ്രയിച്ചു? ഇങ്ങനെ ഇയ്യോബ് പറയുന്നു, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. പ്രിയ സ്നേഹിത സഹോദരി, നിങ്ങൾ എങ്ങനെ പൂർണ്ണ ഹൃദയത്തോടെ ആശ്രയിക്കണമെന്ന് വേദോസം പറയുന്നുണ്ട്. എത്ര പ്രതിസന്ധികൾ വന്നാലും അവനെ തന്നെ കാത്തിരിക്കണം. നമ്മുടെ കർത്താവിനെ കാത്തിരിക്കണം. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കാം. സ്വന്ത വിവേകത്തിൽ ഊന്നരുത്. സദൃശ്യവാക്യങ്ങൾ അധ്യായം 3 വാക്യം 5. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. ഞാൻ എന്റെ നടപ്പ് അവന്റെ മുമ്പാകെ തെളിയിക്കും. ഇയ്യോബ് അധ്യായം 13 വാക്യം 15.